ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക്. ഇത് നമ്മൾ ചാപ്റ്റർ 3 മസ്റ്റ് ഡു ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തിയറിയും പ്രോബ്ലം പറയുന്നുണ്ട്. ചാപ്റ്റർ 1, 2, 3 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് പെട്ടെന്ന് കാണാം. ചാപ്റ്റർ 1 ആണ് വളരെ ലെങ്തി ആയിട്ട് അത്യാവശ്യം തിയറി ഉള്ളത്. 2ഉം 3ലും അതിന് മാത്രമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ബോണസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഇതാണ് ബോണസ് ഷെയർ എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ടെങ്കിൽ ബോണസ് ഇഷ്യൂ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നല്ല എമൗണ്ട് ഉണ്ടാകുമ്പോൾ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം മീനിങ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇത് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ഏരിയയിൽ 2 മാർക്ക് എന്ന് പറഞ്ഞത് നമ്മുടെ പഴയ സിലബസിനാണ് കേട്ടോ. പിന്നെ സർക്കംസ്റ്റാൻസസ് ഫോർ ഇഷ്യൂയിങ് ബോണസ് ഷെയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് പഠിച്ചു വെക്കാം. പിന്നെ ഇങ്ങനെ പോരുമ്പം ബെനിഫിറ്റ് ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഇൻ കേസ് ചോദിച്ചാലോ എന്ന് എഴുതിയിട്ടാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടീഷൻസ് 6 മാർക്കിൻ്റെ ഏരിയയിൽ ഈവൻ ചിലപ്പോൾ എസ്സേയിലും വന്നുകൂടായി ഒന്നുമില്ല. കണ്ടീഷൻസ് ഫോർ എന്താണ് ബോണസ് ഷെയറുമായി ബന്ധപ്പെട്ടുള്ള ഗൈഡ് ലൈൻസ്, അത് ഇതും പഠിക്കണം. അതുപോലെ തന്നെ സെബി ഗൈഡ് ലൈൻസ്, ഇത് രണ്ടും ഒരേപോലെ തന്നെയാണുള്ളത്. ചിലപ്പോൾ സെബി ഗൈഡ് ലൈൻസ് എന്ന് മാത്രം സെപ്പറേറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടും പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി ഇങ്ങനെ പോന്നിട്ട് പ്രത്യേകിച്ചൊന്നും ഇവിടെ ഇല്ല. ബോണസ് ഷെയറിൻ്റെ പ്രോബ്ലംസൊക്കെ ഒന്ന് നോക്കി വെക്കുക, ചിലപ്പം ചോദിക്കാം ഏതെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം ബോണസ് ഷെയറുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം കേട്ടോ. അതൊന്ന് നോക്കി പഠിച്ചാൽ മതി. പിന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഡിഫറൻസും നോക്കാം. ഇനി ഇങ്ങോട്ട് പോരാ. റൈറ്റ് ഇഷ്യൂ എന്താണെന്ന് സാധാരണ ചോദിക്കാറുണ്ട്. റൈറ്റ് ഇഷ്യൂ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് മാർക്കറ്റ് വാല്യൂവിനേക്കാളും കുറഞ്ഞ വിലക്ക് കൊടുക്കുന്ന കാര്യമാണ്. പ്രൊവിഷൻസ് ചോദിച്ചിട്ടില്ല, പക്ഷേ നോക്കാവുന്നതാണ്. പ്രൊവിഷൻ പലപ്പോഴും മാറി പലതും ചോദിക്കും, അതുകൊണ്ട് ചോദിച്ചുകൂടായില്ല. പിന്നെ വാല്യൂ ഓഫ് റൈറ്റ് 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് നോക്കുക. പിന്നെ വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് നോക്കുക. അത് ചോദ്യം കാണാറുണ്ട്. ഒന്നെങ്കിൽ ഈ മെത്തേഡ് വെച്ച് ചെയ്യുക. അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഈ മെത്തേഡാണ് ചെയ്യാൻ. രണ്ടാമത് അല്ലെങ്കിൽ തിയററ്റിക്കൽ എക്സ് റൈറ്റ് പ്രൈസ് കണ്ടിട്ട് ടെർപ്പ് കണ്ടിട്ട് അത് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ടെർപ്പ് കുറക്കുന്ന രീതി അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ റൈറ്റ് ഇഷ്യൂം പബ്ലിക് ഇഷ്യൂം തമ്മിലുള്ള ഡിഫറൻസ്, ബോണസ് ഷെയറും ഇതും തമ്മിലുള്ള ഡിഫറൻസ്, ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. അത്രയേ ഉള്ളൂ. ചെറിയ ചാപ്റ്ററാണ്, അത്യാവശ്യം ഒരു 5-8 മാർക്കൊക്കെ മിനിമം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.